ഹലോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന RC കാർസിൽ ഒരു അത്യാവശ്യം സ്കെയിലൊക്കെ ഉള്ള ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉള്ള ഒരു 5 രൂപ 7 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ക്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കേട്ടോ, MN82 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 1/12 സ്കെയിൽ RC ക്രോളർ. ഈ വണ്ടി ശരിക്കും കുറച്ചുകൂടി ഫേമസ് ആവാൻ കാരണം അത് തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ സ്കെയിൽ ലുക്ക് അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം പാർട്സൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് സ്പെയർ പാർട്സ്, ഇതിൻ്റെ കുറേ സ്പെയർ പാർട്സ് അവൈലബിൾ ആണുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. മെറ്റൽ പാർട്സ്, പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്തൊരു ഡീസൻറ്റ് ക്രോളറായിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു എയിം ഉണ്ടായി ഈ ഒരു വീഡിയോയിൽ. ഈ വണ്ടിയുടെ സ്റ്റോക്ക് മോട്ടർ അത്യാവശ്യം നല്ല പവർ ഉണ്ട്, പക്ഷേ നമ്മൾ അത്യാവശ്യം കുറേ പാർട്സ് ആഡ് ചെയ്യുന്നുണ്ട്. മെറ്റൽ റൂഫ് റാക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, ഇതൊക്കെ മെറ്റൽ ആക്സിലും ഹൗസിങ്ങും ഒക്കെ ഉള്ള സെറ്റാണ്. അപ്പോൾ ഇതിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഈ വണ്ടിക്ക് വരുമ്പോൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രഷസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആക്സിൽ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ആക്സിലും ഹൗസിങ്ങും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാ മോനെ തുടങ്ങിക്കോ. ഞാനും അതെ ചേട്ടാ, ഈ ചെറിയ കൂടെ ഉറങ്ങൂലേ? നീ തമാശ കളിക്കില്ല, ഇതങ്ങോട്ട് ഇതങ്ങോട്ട് പിടിക്കുക, പണി തുടങ്ങാം. എന്ത് ഞാൻ കുറെ കഷ്ടപ്പെടും, ഇത് പേവരെ തുടങ്ങും. ജാക്രൈറ്റ് മാറ്റ ആശാനേ, എന്താ ഇത് ഇടത്തോട്ടാണോ അതോ ലെഫ്റ്റിലേക്കാണോ ഇരിക്കുന്നത്? A few moments later. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ആ ഭാഗം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിനിടയിൽ ലാഗാവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാർട്സ് ഓർഡർ ചെയ്ത് വരാനുണ്ട്. റൂഫ് റാക്ക്, പിന്നെ വണ്ടിയുടെ ബോഡി റേസ് ചെയ്യാനുള്ള ബ്രാസിൻ്റെ കുറച്ച് റൈസേഴ്സ്, അങ്ങനെ കുറേ പാർട്സ് വരാനുണ്ടായിരുന്നു. ബ്രഷ്ലെസ് മോട്ടറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരാൻ കുറച്ച് ടൈം എടുത്തു. ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ട മെറ്റൽ ആക്സിൽ ഇൻസ്റ്റാൾ ചെയ്തു ബാക്കിൽ. അപ്പോൾ ഒരു പ്രശ്നം വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആക്സിലിൻ്റെ ഈ ഒരു ഷാഫ്റ്റ് 4 mm സൈസാണ് വരണേ, പുതിയതിൻ്റെ 3 mm വരണേ. ഇത് ജസ്റ്റ് ഒന്ന് സൈസ് ഡിഫറൻസ് ചോദിക്കും ഈ രണ്ട് ഷാഫ്റ്റിൻ്റെ. പക്ഷെ നമ്മുടെ ഗിയർ ബോക്സ്, ഇതിൻ്റെ സ്റ്റോക്ക് ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് ഈ ഒരു സൈസാണ്. അപ്പോൾ ഈ ഒരു മെറ്റൽ ആക്സിൽ ആ ഒരു ഗിയർ ബോക്സിനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു സ്ലീവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കാണുമ്പോൾ വേറൊരു സംഭവം ഉണ്ടാവും, ഫ്രണ്ടിലത്തെ ആക്സിൽ നമ്മൾ മാറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേ ഭയങ്കര കൂടുതലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വീല് ഇങ്ങനെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചിടാം. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്ക്രൂ ഒടിഞ്ഞതിൻ്റെ ഉള്ളിൽ ഇടുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ പഴയ ആക്സിലിൻ്റെ ഫ്രണ്ടിലത്തെ ആക്സിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആക്സിലാണ്, അപ്പോൾ അതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഷോക്ക് ഒബ്സോർബർ എൻ്റെ വേറൊരു വണ്ടിയിൽ നിന്ന് അഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 60 mm സൈസ് വരുന്ന ഒരു ഷോക്ക് ഒബ്സോർബർ. പിന്നെ ഇപ്പോൾ വെറുതെ ബോഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇനി ഈ ഒരു റൈസർ വെച്ചിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, വീലും ടയർ മാറ്റി, പഴയ വീലും ടയർ ഞാൻ കാണിച്ചിട്ടാ. ഇതാണ് പഴയ വീലും ടയറും, സൈസ് വ്യത്യാസം കണ്ട. ഇതിൽ സ്റ്റോക്ക് വന്നത് ഇത് നമ്മുടെ MN99 ഡിഫൻഡറിൻ്റെ വീലും ടയർ വരണം. ഇത് അത്യാവശ്യം ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പും ഉണ്ട്, കുറച്ചും കൂടി സൈസുള്ള ടയർ കേട്ടോ, കുറച്ചും കൂടി ലുക്ക് വരും വണ്ടിക്ക്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ ടേണൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വീൽ അടച്ചുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൈസർ മേടിച്ചത്. ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി കുറച്ചും കൂടി ഒന്ന് പൊക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വണ്ടി കാണിച്ചു തരാം. ഇത് വണ്ടിയുടെ ഉൾഭാഗം നോക്കിക്കോ, ഒരു റിസീവർ ആൻഡ് ESC സിംഗിൾ ബോർഡിൽ ഫുള്ള് വരുന്നത്, സെർവോ 3 വയർ സെർവോ, 280 സൈസ് ബ്രഷ്ഡ് മോട്ടർ, അതിൻ്റെ ട്രാൻസ്ഫർ കേസ്, ഗിയർ ബോക്സും കൂടിയിട്ടുള്ള യൂണിറ്റ്, പിന്നെ ലൈറ്റ് കൺട്രോൾ മോഡ്യൂൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ മോട്ടർ മാറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈറ്റ് കൺട്രോൾ മോഡ്യൂൾ യൂസ് ചെയ്യണം. കാരണം ഈ മോട്ടർ മാറ്റണം, ഈ ഒരു ബോർഡ് മാറ്റിയിട്ട് ഒരു ESC വയ്ക്കണം, റിസീവർ വയ്ക്കണം, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചധികം സ്പേസ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ബോഡിയൊക്കെ ഇവിടെയൊക്കെ കട്ട് ചെയ്യേണ്ടി വരും, ട്രിം ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കിതുമ്പോൾ കൂടുതൽ ഡാമേജ് ആകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റ് കൺട്രോൾ മോഡ്യൂൾ, ഇതിൻ്റെ അടിപൊളി ലൈറ്റ് കൺട്രോൾസാണ്. അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് വരും, പിന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് വരും. അപ്പോൾ ആ ഫീച്ചറൊക്കെ പോവും ഇത് മൊത്തം മാറ്റുകയാണെങ്കിൽ. തൽക്കാലത്തേക്ക് ഞാൻ ബ്രഷ്ലെസ് മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. തൽക്കാലം ഈ ഒരു സ്റ്റോക്ക് മോട്ടർ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ പവർ ഭയങ്കര കുറവാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് കണ്ട ഫ്രീ ആയിട്ടൊരു പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 3 വോൾട്ട് 2.8 3 വോൾട്ട് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കറക്റ്റ് നമ്മുടെ ലൈറ്റ് സ്വിച്ചില്ലേ, റിമോട്ട് ചെയ്ത ലൈറ്റിൻ്റെ കൺട്രോളിൻ്റെ സ്വിച്ചിൽ നിന്ന് കറക്റ്റ് വരുന്നില്ല പവർ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ, റൂഫ് ലൈറ്റ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച് ഇതിൽ നിന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിൽ ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ബെറ്റർ ഈ പോർട്ടിൽ കറക്റ്റ് പവർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൊടുക്കാം.
എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി. 2 ടയർ ഓപ്പോസിറ്റ് സൈഡ് ചെയ്തിരിക്കണേ. അത് വണ്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ നീങ്ങൂല, അനങ്ങൂല. ഏകദേശം വർക്ക് കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ഡയറക്ഷൻ്റെ പ്രശ്നമൊക്കെ റെഡിയാക്കി. ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ലൈറ്റ് ഇപ്പോൾ ഇതിൻ്റെ റിമോട്ടിൻ്റെ സ്വിച്ചിൽ തന്നെ ഇതാണ് ഇപ്പോൾ ലൈറ്റ് വരുന്നത്. ഇത് ഇരുട്ടത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. ബാക്കി ചെറുതായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷേ ഏകദേശം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ആ ഷോക്ക് അബ്സോർവർ ഒന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ബ്രഷ്ലെസ് ഇപ്പോൾ ഞാൻ തൽക്കാലം ചെയ്യില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ആ ഒരു ലൈറ്റ് ഇപ്പോൾ കറക്റ്റാണ് ഇതിൻ്റെ ലൈറ്റിംഗ് കിറ്റ് വർക്ക് ചെയ്യണത്. പിന്നെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ അടുത്തത് ഇതിൻ്റെ ഓടിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ഇടാം. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു വണ്ടി മേടിച്ചിട്ട് സ്റ്റോക്ക് മേടിച്ചിട്ട് നിങ്ങളിങ്ങനെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ പോണെന്നുള്ളത്. കാരണം എന്തായാലും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് ചാലഞ്ചസ് എന്തായാലും ഫേസ് ചെയ്യും. അത്യാവശ്യം കുറച്ചധികം പാർട്സ് മേടിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് പണിത് വരുമ്പോഴാണ് മനസ്സിലാവുക ഇത് സ്യൂട്ടാവില്ല, അത് സ്യൂട്ടാവില്ല, അങ്ങനെ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായി ഇതൊക്കെ എന്തൊക്കെയാണ് പണി വരാൻ പോണെന്നുള്ളത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ടയർ ഇൻസ്റ്റാൾ ചെയ്യണതും ഇതിപ്പോൾ സ്റ്റോക്ക് വെറുതെ കൊണ്ട് ഈ ടയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വേണ്ടി ഹൈറ്റ് കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്പേസേഴ്സൊക്കെ മേടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചെറിയ ചെറിയ സംഭവമുണ്ട്. പിന്നെ ചില സ്ക്രൂസ് മാറേണ്ടി വരും. മെറ്റൽ പാർട്സിൻ്റെ ഒക്കെ വരുന്നത് മെഷീൻഡ് ടൈപ്പ് സ്ക്രൂ ത്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്ക്രൂസ് മാറേണ്ടി വരും. പിന്നെ ഈ കിറ്റിൻ്റെ ഒപ്പം ഇതിൻ്റെ മെറ്റൽ ആക്സിൽ കിറ്റ് മേടിക്കുന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ബാക്കിലത്തെ ആക്സിൽ മാത്രം മേടിക്കണം നല്ലത്. ഫ്രണ്ടിലത്തെ ആക്സിൽ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ പ്ലേയുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ബൈ.